ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് മൈസൂർ റെയിൽ മ്യൂസിയമാണ്. ആദ്യമായിട്ട് നമ്മൾ ടിക്കറ്റ് മേടിച്ചിട്ട് അകത്ത് കിടക്കുന്നു. അകത്ത് കടന്നു കഴിഞ്ഞ് ലഗേജ് എല്ലാം കൗണ്ടറിൽ തന്നെ കൊടുത്ത് ടോക്കണും മേടിച്ച് അകത്തോട്ട് വരുന്നു. ആദ്യം നമ്മൾ കാണുന്നത് പുഷ് ട്രോളിയാണ്. ഇത് ഓൾഡസ്റ്റ് ട്രാക്ക് ഇൻസ്പെക്ഷൻ മെത്തേഡാണ്. അത് കഴിഞ്ഞ് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ബ്രോഡ് ഗേജ്. അത് കഴിഞ്ഞ് മീറ്റർ ഗേജ്, നാരോ ഗേജ്. ഇതിൻ്റെ പാളങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 അടി 6 ഇഞ്ചാണ്. അടുത്തതായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വയർ ഫ്രെയിമുകളാണ്. അടുത്തത് നമ്മൾ വേറൊരു റൂമിലോട്ട് കയറുമ്പോഴവിടെ പല സിഗ്നലുകൾ, എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസുകളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പല ടൈപ്പ് വാക്കി ടോക്കീസുകൾ. അത് കഴിഞ്ഞ് പഴയകാലത്തെ പലതരം ഫോണുകൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അവിടെ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് കുറേ റെഡ് റൗണ്ട് ബിഗ് ലാംപ്സ്. അടുത്തതായിട്ട് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു മോഡലാണ്. ഒരു പാളത്തിൽ കൂടെ ഓടി വരുന്ന വണ്ടി വേറൊരു പാളത്തിൽ കൂടെ പോകുന്ന ആ ഒരു ഡിവൈസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്.
അടുത്തതായിട്ട് അവിടെ വെച്ചിരിക്കുന്നത് മീറ്റർ ഗേജ് റെയിൽ ബസ്സുകളാണ്. അടുത്തതായിട്ട് നമുക്കവിടെ കാണാൻ വെച്ചിരിക്കുന്നത് വാട്ടർ കോളം. ഇത് സ്റ്റീം എഞ്ചിൻ്റെ ആ ഇറയിലുള്ളതാണ്. ഓരോ റെയിൽവേ സ്റ്റേഷനുകളിൽ ടാങ്കുകളിൽ വെള്ളം നിറക്കാനായിട്ട് വാട്ടർ കോളംസ് ഉണ്ട്. ഇനി നമ്മൾ കാണുന്നത് മീറ്റർ ഗേജ് വുഡൻ വാഗൻ. അടുത്തതായിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് വെച്ചിരിക്കുന്നത് മീറ്റർ ഗേജ് ഹാൻഡ് ക്രെയിൻ. ഈ ഹാൻഡ് ക്രെയിനിന് ഒരു 5 ടൺ വരെ പൊക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഇത് ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിന് വേണ്ടിയാണ്. അടുത്തതായിട്ട് നമ്മളവിടെ കാണുന്നത് ഒരു കളക്ഷൻ ഓഫ് ബാഡ്ജസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എവല്യൂഷൻ ഓഫ് സ്റ്റീം ലോക്കോമോട്ടീവ്സ്. അപ്പോൾ പലതരം സ്റ്റീം എൻജിനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എവല്യൂഷൻ ഓഫ് ഡീസൽ ലോക്കോമോട്ടീവ്സ്. അപ്പോൾ പലതരം ഡീസൽ എൻജിനുകൾ നമുക്കവിടെ കാണാൻ പറ്റും. എവല്യൂഷൻ ഓഫ് ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സ്. അപ്പോൾ കുറേ തരം ഇലക്ട്രിക് എൻജിനുകൾ നമുക്കവിടെ കാണാൻ പറ്റും. പേര് വാളുകളാണ്. ഒരു വെപ്പൺ ക്ലീനിങ് സാൻഡ് ബാരൽ. കാണാൻ കൊള്ളാവുന്ന കുറേ റെയിൽ റൂട്ട്സ് ഓഫ് ഇന്ത്യയാണ് അടുത്തതായിട്ടവിടെ കാണിക്കുന്നത്. ഇനി നമുക്കവിടെ കാണാൻ കഴിയുന്നത് പലതരം ടിക്കറ്റ് പഞ്ചിങ് മെഷീൻസാണ്. ടിക്കറ്റ് പഞ്ചിങ് മെഷീൻസ്. അടുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ക്യാഷ് ചെസ്റ്റ്. അപ്പോൾ ചെറിയ സ്റ്റേഷനുകളിൽ നിന്ന് അന്നത്തെ കളക്ഷൻ വലിയ സ്റ്റേഷനിലോട്ടൊക്കെ മാറ്റുന്ന ഇത്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു സാമാന്യം നല്ല ഒരു ക്യാൻറ്റീനുണ്ട്. അതൊരു റെയിൽവേ കമ്പാർട്ട്മെൻ്റാണ്. അതിനു വേണ്ടി അവർ എടുത്ത്. ഇതാണ് കൊച്ചു കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു കോപ്പി കട.
ആവശ്യത്തിന് വയറ് നിറയാനുള്ള സാധനമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു ഏറ്റവും വലിയ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു മിനി ട്രെയിൻ. ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ട്. വലിയ ടിക്കറ്റ് ഈ പിള്ളേർ ആഹ്ലാദിക്കണ നമുക്ക് ഒന്നുകൂടെ കണ്ടുകളെ കറങ്ങാം. ഇതൊരു ആവി എഞ്ചിനിൽ പ്രവർത്തിച്ചിരുന്ന വണ്ടിയുടെ എഞ്ചിനാണ്. ബോഗി ഹോപ്പർ വാഗൻ. അത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. 1913 ഉണ്ടാക്കിയതാണ്. അടുത്തത് ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിനാണ്. അത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 1900. ഒരു മീറ്റർ ഗേജ് ലോക്കോമോട്ടീവ് എഞ്ചിനാണ് നമ്മൾ കണ്ടുള്ളത്. അടുത്തത് ഒരു സ്റ്റീം എഞ്ചിൻ്റെ മോഡലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാണിച്ചിരിക്കുക. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റീം എഞ്ചിൻ മോഡൽ. മഹാറാണി സലൂൺ. മഹാറാണി യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന 1899 ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഒരു കമ്പാർട്ട്മെൻറ്റാണ്. ഈ കാണുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ വീലുകൾ. അപ്പോൾ നമ്മൾ ഈ മ്യൂസിയത്തിൽ കയറി ഇറങ്ങുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം ഏതാണ്ടൊക്കെ നമുക്ക് പിടികിട്ടും. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുകയായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.